ട്രിവാൻഡ്രത്തെ ഈവനിങ് വൈബ് പിടിക്കാൻ ഇറങ്ങിയതാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ മഴ. പെട്ടെന്ന് കണ്ടെന്ന് കടയിൽ നിർത്തിയിട്ട് ഒരു വെട്ട് കേക്കും ചായയും കുടിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മഴയൊക്കെ കണ്ടിങ്ങനെ ചായ കുടിക്കാൻ. കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ മഴ തോരുന്ന ലക്ഷണം ഇല്ലെന്ന് കണ്ടപ്പോൾ നമ്മൾ അടുത്ത കടയിൽ കയറി. ഒരു വലിയ മുട്ടപ്രാന്തിയായിട്ടുള്ള എൻ്റെ മുന്നിൽ ഒരു ഫുൾ മുട്ട ബജ്ജിയായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എറണാകുളത്തൊന്നും ഇങ്ങനെ ഫുൾ മുട്ടയിലുള്ളൊരു ബജ്ജി കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷത്തിൽ അതിങ്ങനെ പൊളിച്ചും തിരിച്ചും ഒക്കെ ഇങ്ങനെ നോക്കി വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഫ്രണ്ട്സിനോട് പറയുകയൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫുൾ മുട്ട ബജ്ജി കാണുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും ഒരു മുട്ട ബജ്ജിയും കട്ടൻ ചായയും പിന്നെ എന്തൊക്കെയോ വാങ്ങി കേട്ടോ. മഴ തോരുന്നിടം വരെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. നമ്മളിത് ഈ കടയിൽ നിന്നാണ് ഒരു ഫുൾ മുട്ട ബജ്ജി കഴിച്ചത്. പിന്നെ ഇറങ്ങിയപ്പോഴത്തേനും ഒരു മഴയുടെ തോന്നു. പിന്നെ നമ്മൾ റൂമിൽ ചെന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ പിന്നെ ഒരു തട്ടുകടയിൽ ചെന്നിട്ട് കാത്തിരിപ്പായിരുന്നു. പിന്നെ ദോശ വന്നു, ചട്നി വന്നു, സാമ്പാർ വന്നു, ഒരു ഡബിൾ ഓംപ്ലേറ്റും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശുഭം. പിന്നെ റൂമിൽ ചെന്നൊന്ന് കിടന്നാൽ മതി. പിന്നെ നേരെ റൂമിൽ പോയി സമാധി